അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ കാൽവെപ്പുകളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി തീരണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാലവർഷം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മളുള്ളത്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ നമ്മൾക്ക് ഭീതിജനകമായ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ അപകടങ്ങളാണ്, എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടുക എന്നൊന്നും പറയുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. രാജ്യത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത് 2024 ജൂലൈ 31. 2019 പുത്തുമലയിൽ 17 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഉരുൾപൊട്ടലുണ്ടായത് ഓഗസ്റ്റ് 7. 2020 മുണ്ടക്കൈയിലുണ്ടായ മറ്റൊരു ഉരുൾപൊട്ടൽ നടന്നതും ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോഴിതാ 2026 ജൂലൈ 7 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാതയുടെ മുഖമായ മീനാക്ഷിയിൽ മണ്ണിടിച്ചിലുണ്ടായി 4ഓളം പേര് മരണപ്പെടുകയും ഏതാനും പേർ മണ്ണിനടിയിൽ അകപ്പെട്ടുകയും ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണിത്. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും തുരങ്കപാതക്കായി നീക്കിയ മണ്ണ് പ്രദേശത്ത് നിന്നും ഒഴിവാക്കാത്തതാണ് ദുരന്ത കാരണമെന്നുമാണ് ഗവൺമെൻറ് പറയുന്നത്. സത്യത്തിൽ മേൽപ്പറഞ്ഞ ദുരന്തങ്ങളെല്ലാം തന്നെ അതിനുള്ള കാരണം മനുഷ്യപ്രവർത്തനങ്ങൾ തന്നെയാണ്. കേരളത്തിൽ 17,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പശ്ചിമഘട്ട പ്രദേശം ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ളതാണ് എന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആ പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ അധികാരികളുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ അവർ ചെയ്യേണ്ടത് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ വനമായി സംരക്ഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം. അപകടങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണം, മനുഷ്യൻ പ്രകൃതിയിൽ അകാരണമായി അനുചിതമായി ഇടപെടുന്നത് കാരണമായിട്ട് ഭൂമിയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് ഖുർആനിൽ ഏകദേശം 2-3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്ത് ശൂറയിലെ 30-ാം വചനത്തിൽ പറയുന്നു, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങളെ ബാധിക്കുന്ന ഏതേത് വിപത്തുകളാകട്ടെ, ഏതേത് അപകടങ്ങളാകട്ടെ, ദുരന്തങ്ങളാകട്ടെ, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലും കുഴപ്പങ്ങളുണ്ടായിരിക്കുന്നു. എന്താണ് കാരണം? ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം. അത് കാരണമാണ് ഈ ദുരന്തങ്ങളും അതേമാതിരി അപകടങ്ങളും ആപത്തുകളും ഉണ്ടാകുന്നത്. എന്തിനാണ് അള്ളാഹു അത് ഉണ്ടാക്കുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ പ്രവർത്തിച്ചതിൻ്റെ ചില ദുരന്ത ഫലങ്ങൾ അവർ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർജിഊൻ, അവരുടെ ചെയ്തികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മടങ്ങി വരുവാൻ, തിരിച്ചു വരുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ ഓരോ വർഷവും ഇത്തരം ദുരന്തങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ ദുരന്തങ്ങളാണ്. വെള്ളപ്പൊക്കമുണ്ട്, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, ഭൂകമ്പം, പകർച്ചവ്യാധികൾ തുടങ്ങി ചെറുതും വലുതുമായ ദുരന്തങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ഇന്ന്. നിരവധി ജീവനുകളാണ് ഇങ്ങനെ ഓരോ വർഷവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് ഭൗതികമാണ്, മറ്റൊന്ന് ആത്മീയമാണ്. ഭൗതികമായിട്ടുള്ള കാരണമെന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദുരന്തങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ മനുഷ്യൻ സ്വീകരിക്കാതിരിക്കുന്നതാണ്. ഫലപ്രദമായ രക്ഷാമാർഗങ്ങളുടെ അപര്യാപ്തതയും അപകടത്തിൽപ്പെടുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുള്ള അറിവില്ലായ്മയും അവരെ രക്ഷപ്പെടുത്താനുള്ള ധൈര്യമില്ലായ്മയും ഒക്കെ മരണനിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളില്ലാതാവാൻ ഒന്നാമതായി ചെയ്യേണ്ടത് ഇത്തരം പ്രതിരോധമായ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് തടയുവാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ അധികാരിയുടെ ഭാഗത്ത് നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണമെന്ന് പറയുമ്പോൾ അത് ആത്മീയമാണ്. നമ്മൾ ഏതൊരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും അതിൻ്റെ മറ്റു കാരണങ്ങളും അന്വേഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിന് ആത്മീയമായ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച നിയമങ്ങളുമൊക്കെ ഉണ്ടാക്കിയ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് വളരെ കൃത്യമായി വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. 57-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 22-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ടത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ആപത്ത് ഉണ്ടാവുന്നില്ല, ഭൂമിയിൽ ഒരു ദുരന്തമുണ്ടാകുന്നില്ല. വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അപകടങ്ങൾ ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, അതൊരു രേഖയിൽ അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടല്ലാതെ. മിൻ ഖബ്ലി അൻ നബ്റഅഹ, ആ അപകടമുണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ
ഒരു വസ്തുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഒടുക്കവും അതിൻ്റെ നാശവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് സൂറത്ത് ഹജ്ജിൽ അള്ളാഹു ഉണർത്തുകയാണ്. ഇതാണ് വിശ്വാസ കാര്യങ്ങളിൽ ആറാമതായി നമ്മൾ പഠിക്കുന്ന ഖലാ ഖദറിലുള്ള വിശ്വാസം. ഖൈറും ഷർറും, നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ ഈ ഖലാഇനെ തടുക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ഖലാ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇങ്ങനൊരു വിശ്വാസം മനുഷ്യനുണ്ടായാൽ അത് മനുഷ്യന് വളരെയധികം മനസ്സിന് ഉറപ്പ് നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ് എന്നാണ്. അവന് സംഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് നടക്കുക എന്നുള്ളൊരു വിശ്വാസം അവൻ്റെ മനസ്സിൽ രൂഢമൂലമാകുമ്പോൾ അവനെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ അവന് നിസ്സാരമായിരിക്കുമെന്നാണ്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് സുഖദായകമായ അനുഭവങ്ങൾ മാത്രമല്ല ഈ ലോകത്തുണ്ടാവുക, ദുഃഖകരമായതും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളും ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 90-ാം അധ്യായം സൂറത്ത് ബലദിലെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഫീ കബദ്, ക്ലേശങ്ങൾ സഹിക്കേണ്ട, പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരു വിധത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. അപ്പം സുഖദുഃഖങ്ങളും സന്തോഷ സന്താപങ്ങളും മാറി വരുന്ന അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനവും വിധിയും അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ്റെ മനസ്സിന് വലിയ സമാധാനമാണ്, ശാന്തിയാണ്. സൂറത്ത് ഹദീദിലെ നേരത്തെ ഓതിയ ആയത്തിൻ്റെ അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, എന്തിനാണ് അള്ളാഹു അങ്ങനെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന അപകടങ്ങളും വിപത്തുകളുമൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിൽ അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി, വലാ തഫറഹു ബിമാ ആതാകും, അവർക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിൽ അവർ അതിയായി സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. നമ്മളേറെ പരിശ്രമിച്ചിട്ടും വളരെ പ്രവർത്തിച്ചിട്ടും ലഭിക്കാതെ പോയൊരു കാര്യത്തിൽ നമുക്ക് ദുഃഖമുണ്ടാവാതിരിക്കാനാണ് അള്ളാഹു ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖലാ ഖദർ വിഷയത്തിൽ നമുക്കില്ല. അള്ളാഹ് ലഭിക്കേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യം നമുക്ക് ലഭിക്കുകയില്ല എന്നാണ്. അങ്ങനെ തന്നെ നമ്മൾക്കുണ്ടാവുന്ന സന്തോഷത്തിൻ്റെ പേരിൽ മതിമറന്ന് നമ്മൾ ആഹ്ലാദിക്കേണ്ടതില്ല. ഇതും അള്ളാഹു നിശ്ചയിച്ച ഒരു അനുഗ്രഹമാണ്. അത് അനുഗ്രഹം എപ്പോഴും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ടെന്നുള്ള വിശ്വാസം അവനുണ്ടാവണം. അപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് എന്നുള്ളൊരു വിശ്വാസം വിശ്വാസികളായ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ്. അള്ളാഹു ഈ ഭൗതിക ലോകത്ത് സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരു തുടക്കവും ഒരു വളർച്ചയും ഒരു നാശവുമുണ്ട്. ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു ഉത്ഭവവും ഒരു നാശവും ഉണ്ട് എന്നാണ്, അല്ലേ? അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും, അത് ജീവനുള്ളതും അചേതനമായ വസ്തുക്കൾക്കുമൊക്കെ എന്തുണ്ട്, ഒരു നാശമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പ്രദേശത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു നാശമുണ്ടാകുമ്പോൾ അതിന് അള്ളാഹു നിശ്ചയിച്ച ആ ആയുസ് അത് അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇത്തരം ദുരന്തങ്ങൾ മനുഷ്യൻ പുരോഗതിയുടെ ഉത്തുംഗതയിൽ നിന്ന് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ഉന്നതമായ ഉച്ചയായ അവസ്ഥയിൽ നിന്ന്, ഉന്നതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലേ? എല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇന്നൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, അവൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും, അങ്ങനെയുള്ള മനുഷ്യൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറം ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലുകളും ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോ ബന്ധപ്പെട്ടവരോ ഒക്കെ മരണമുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറുണ്ട്.
അല്ലേ? അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. പഠിച്ചവനോടൊന്നും ഓർമ്മ വരില്ല, ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലുകളും ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നുണ്ട്. മനുഷ്യൻ എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും, മനുഷ്യൻ പുരോഗതിയുടെ അങ്ങേ അറ്റത്തെത്തിയാലും അള്ളാഹുവിനെ പരാജയപ്പെടുത്തുവാൻ അവന് സാധ്യമല്ല, അള്ളാഹുവിനെ തള്ളിപ്പറയുവാൻ അവന് സാധ്യമല്ല. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ്സമാവാതി വലാ ഫിൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള യാതൊന്നിനും അല്ലെങ്കിൽ യാതൊരാൾക്കും അള്ളാഹുവിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതിൻ്റെ ഒക്കെ അപ്പുറമാണ് അള്ളാഹു ഉള്ളത്. ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹു എല്ലാം അറിയുന്നവനും സർവശക്തനുമാകുന്നു. അള്ളാഹുവിൻ്റെ എല്ലാ രംഗത്തുമുള്ള ശക്തിയും അജയ്യതയും പ്രഖ്യാപിക്കുവാൻ ഇത്തരം സംഭവങ്ങൾ കാരണമായി തീരുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലെ പ്രകൃതിയുടെയും ഒക്കെ ഉടമസ്ഥനും അധികാരിയും അള്ളാഹു ആണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഇത്തരം സംഭവങ്ങൾ. അവൻ്റെ അറിവോ അനുവാദമോ കൂടാതെ ഇവിടെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യന് ഇവിടെ ഭൂമിയുടെ താൽക്കാലികമായ ഉടമസ്ഥാവകാശമാണുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലെ പ്രകൃതിയുമൊക്കെ ഉടമസ്ഥനും അധികാരിയും അള്ളാഹു ആണ് എന്നാണ്. നമുക്ക് താൽക്കാലികമായ ഉടമസ്ഥാവകാശമാണ്, അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം മനുഷ്യൻ മനസ്സിലാക്കി ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് താൻ എത്രയോ നിസ്സാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ പറയുന്നത് എന്നാണ്. മനുഷ്യൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഇവിടെ പിഴച്ചു പോവുകയാണ്. അവൻ വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ച ബിൽഡിങ്ങുകൾ, വസ്തുക്കൾ, പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തകർന്നു പോവുകയാണ്. ഒരു കൊടുങ്കാറ്റ്, ഒരു വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിൽ അവൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും തകർന്നു പോകുമ്പോൾ അവൻ്റെ കഴിവിൻ്റെ അപ്പുറമുള്ള ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം അവനുണ്ടാവണം. ഉണ്ടാവലും കൂടി ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത്തരം ദുരന്തങ്ങൾ ഇങ്ങനെ വർഷാവർഷം ആവർത്തിക്കുകയാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായ കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരം കാണണം. ഭൗതികമായി നമുക്ക് ചെയ്യാനുള്ളത് പ്രകൃതിലോല പ്രദേശങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. വനമേഖലയെ വനമേഖലയായി സംരക്ഷിക്കുക, വനമായി സംരക്ഷിക്കുക. അവിടെയുള്ള മനുഷ്യവാസം അവസാനിപ്പിക്കുക. അവിടെ താമസിക്കുന്നവരെ മറ്റു പ്രദേശത്തേക്ക് പുനരധിവസിപ്പിക്കുക. പാരിസ്ഥിതിക ആഘാതം മനസ്സിലാക്കാതെയുള്ള ഇവിടെയുള്ള നിർമ്മിതികൾ അവസാനിപ്പിക്കുകയാണ്. തുരങ്കങ്ങളാവട്ടെ, മനുഷ്യനിപ്പം പണം മോഹിച്ചുകൊണ്ട് വനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന റിസോർട്ടുകളാവട്ടെ, ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ വനത്തിൻ്റെ പാരിസ്ഥിതികമായ അതിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം നിർത്തിവെക്കണം. രണ്ടാമത്തെ പരിഹാരം പ്രകൃതി ദുരന്തങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതോടൊപ്പം ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആത്മീയ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള ഒരു അവസരമായി ഇതിനെ നമ്മൾ കാണപ്പെടണം. അതൊരു ഓർമ്മപ്പെടുത്തലായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി പാപവിമുക്തമായ ഒരു ജീവിതം നമ്മൾ നയിക്കുവാൻ തയ്യാറാവണം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവർക്ക് സുരക്ഷ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ആയത്തിൽ അധ്യായമായ സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല, അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതല്ല. വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം നടത്തുന്ന സന്ദർഭത്തിൽ അങ്ങനെ പാപമോചനം നടത്തുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ഈമാൻ രൂഢമൂലമാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അതോടൊപ്പം തന്നെ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ഷമയോടെ അതിനെ നേരിടുക എന്നുള്ളതാണ്. സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർ പതറുകയോ ക്ഷമകേട് കാണിക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 156-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്.
വബശ്ശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചകരെ, ക്ഷമാലുക്കളായ, ക്ഷമ കൈകൊള്ളുന്ന, സഹനശീലരായ സത്യവിശ്വാസികൾക്ക് പ്രവാചകൻ സന്തോഷവാർത്ത അറിയിക്കുക. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്ക് വല്ല ആപത്തുകളും വല്ല അപകടങ്ങളും വല്ല ദുരന്തങ്ങളും വന്നുപെട്ടാൽ അവർ പറയും, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്, ജീവിതം നൽകിയത്, അതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കുവാൻ അള്ളാഹുവിന് അധികാരമുണ്ട്. ഈ ഭൂമിയെ സംവിധാനിച്ചവനും പടച്ചവനും അള്ളാഹുവാണ്. ആ ഭൂമിയെ അവനുദ്ദേശിച്ച വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അള്ളാഹുവിന് സാധ്യതയുണ്ട്. ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്നാണ് അവർ പറയുക എന്ന്. അപ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിനെ ഒരു കാലവിപത്തും ഒരു ദുരന്തവും തളർത്തുകയില്ല. കാരണം അവൻ്റെ മനസ്സിൽ അജയ്യനായ അള്ളാഹുള്ള വിശ്വാസമുണ്ട്. അവനിൽ തവക്കുലാക്കിയിട്ടാണ് അവൻ ജീവിക്കുന്നതെന്ന്. മഹാനായ പണ്ഡിതൻ ഹസൻ ബസ്രിയുടെ ഒരു വചനമുണ്ട്, അസ്സബുറു കൻസുൻ മിൻ കുനൂസിൽ ഖൈർ, നന്മയുടെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ക്ഷമ എന്നുള്ളത്. ലാ യുതീഹില്ലാഹു ഇല്ലാ ലിഅബ്ദിൻ കരീമിൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യനായ, അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയനായ ആളുകൾക്കാണ് ഈ ക്ഷമ എന്ന സ്വഭാവം അള്ളാഹു നൽകുക എന്നാണ്. ചില ആളുകൾക്ക് ക്ഷമിക്കുവാൻ തീരെ കഴിയില്ല. എപ്പോഴും അവർ എടുത്തു ചാടി പ്രതികരിക്കുന്ന സ്വഭാവക്കാരാണ്. അള്ളാഹു ഈ ക്ഷമ നൽകുക ആർക്കാണ്? അള്ളാഹു കരീമായ മാന്യനായ അടിമക്കാണ് നൽകുക എന്നാണ്. രണ്ടാം ഖലീഫ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജദനാ ഖൈറ ആയിഷിനാ ഫി ബിസ്സബർ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗഭാഗ്യവും ഒക്കെ തന്നെ ക്ഷമ കൊണ്ട് ലഭിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷമാലുക്കളായ ആളുകൾക്ക് ഭൗതിക ലോകത്ത് ടെൻഷനില്ലാതെ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ പരലോകത്ത് അവർക്ക് അവർ ക്ഷമിച്ചതിന് തക്ക പ്രതിഫലവും അള്ളാഹു നൽകും. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ആളുകളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയുകയില്ല. ആ പ്രതിഫലം കൃത്യമായി അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കിതിന് പരിഹാരമായി നിർദ്ദേശിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. സഹായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആണ് എന്നുള്ളതാണ്. അല്ലാതെ പേരും പ്രശസ്തിയും ലഭിക്കുവാനും ആളുകളെ കാണിക്കുവാനും പത്രത്തിൽ പേരടിച്ചു വരുവാനും വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തരുത് എന്നാണ് നമ്മളെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നമാ നുതൈമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് നന്ദിയോ പ്രതിഫലമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും പ്രീതിയുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പരലോകത്തിലെ മോക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഉള്ള ഒരു വിചാരത്തോടു കൂടി പ്രചോദനത്തിൽ നിന്നാണ് സഹായമുണ്ടാകേണ്ടത് എന്നാണ്. സാമ്പത്തിക സഹായം മാത്രമല്ല, ശാരീരികമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും സന്നദ്ധ സേവനം നടത്തുന്നതുമൊക്കെ ദാനധർമ്മത്തിൻ്റെ ഗണത്തിൽപ്പെടുമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. കുല്ലു മഅറൂഫിൻ സദഖ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയുടെ പ്രവർത്തനങ്ങളും ധർമ്മമാണ്, ദാനമാണ്. നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ച പോലെയുള്ള പ്രതിഫലം അതിന് ലഭിക്കും എന്നാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുക. അതിനൊക്കെ പുറമത്തെ അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക, ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നീ നൽകരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിലകപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്ന അവസരം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രകൃതിക്ഷോഭങ്ങളായ മഴ അല്ലെങ്കിൽ ഇടി തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക്, പടച്ചവനെ നിൻ്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊന്നു കളയരുതേ, ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിൻ്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കരുതേ. വആഫിനാ ഖബ്ല ദാലിക, ആ ശിക്ഷ വരുന്നതിന് മുമ്പ്
ഞങ്ങൾക്ക് സൗഖ്യവും സൗഭാഗ്യവും നീ നൽകണമേ എന്നുള്ള അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളിലുമൊക്കെ കൂടിയൊക്കെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു അപകടങ്ങളിൽ ശിക്ഷയിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലും നമ്മൾ നിർഭയരായിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഏത് സമയത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തും ഒക്കെ ഒരു രൂപത്തിലല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഇത്തരം അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഈ സന്ദർഭങ്ങളിൽ മഴക്കാലം എന്ന് പറയുമ്പോൾ. വെള്ളപ്പൊക്കങ്ങൾ വരാം, കൊടുങ്കാറ്റുകൾ വരാം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുക. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് തആല അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.